എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. ആബാപിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കൃതജ്ഞതാ ഗാനം. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി. മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖമറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. കർത്താവെ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം? ധൂളി അങ്ങയെ വാഴ്ത്തുമോ? അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ? കർത്താവെ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് എന്നും നന്ദി പറയും. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നാം ഇന്ന് വരെ 30 ദിവസങ്ങളിലായി സങ്കീർത്തനങ്ങളിലെ 1/5 ഭാഗം വായിച്ചും ചിന്തിച്ചും ധ്യാനിച്ചും നമ്മുടെ സങ്കീർത്തന ധ്യാന യാത്ര തുടരുകയാണ്. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ച് പ്രകാശത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുകയും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ്. കർത്താവിൻ്റെ മുൻപിൽ നമ്മെ തൻ്റെ വചനങ്ങൾ കേൾക്കുവാനും നമ്മുടെ വഴിയല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടെ നടക്കുവാനും നമ്മുടെ ജീവിതം പുതുക്കുവാനും പ്രചോദിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മഹാകൃപയാണ്. യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ ആരാധന. ഇന്നലെയും ഇന്നും നമ്മെ സഹായിച്ച വഴി നടത്തിയ ദൈവം തന്നെയാണ് നാളേക്കും സ്നേഹത്തോടെ അതീവ താല്പര്യത്തോടെ നമ്മെ നയിക്കുക. കാരണം എല്ലാം ദൈവപിതാവിൻ്റെ ഇച്ഛപ്രകാരം തന്നെ നടക്കും. സങ്കീർത്തനം 30-ാം അധ്യായം ഒരു കൃപാനുഭവത്തിൻ്റെ ഗാനമാണ്. ദുഃഖത്തിൻ്റെ ഇരുണ്ട രാത്രി കഴിഞ്ഞ് ഏറ്റവും സന്തോഷമുള്ള പ്രഭാതം വരുന്നതിൻ്റെ ജീവിത സാക്ഷ്യം. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ മനോഹരമായി നമ്മോട് തുറന്നു പറയുന്നു. കണ്ണീരിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള യാത്ര, നിശബ്ദതയിൽ നിന്ന് പാട്ടിലേക്ക്, ദുഃഖത്തിൽ നിന്ന് നൃത്തത്തിലേക്ക്. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഈ വാക്കുകൾ വെറും കവിതയല്ല, പ്രിയ ദൈവജനമേ. ദൈവമുക്തിയിലേക്കുള്ള ആത്മീയ സത്യയാത്ര തന്നെയാണ്. ദുഃഖം കടന്നു പോകുന്നു. ദൈവത്തിൽ നിന്നുള്ള ആനന്ദം സ്ഥായിയാണ്, ശാശ്വതമാണ്, എന്നേക്കും ആയി അത് നിലനിൽക്കുന്നു. അതിയായ ആത്മാർത്ഥതയും
ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും വക്താവായി ഇവിടെ ഈ സങ്കീർത്തന ഭാഗത്ത് നാം ദാവീദിനെ കാണുന്നു. ദാവീദ് തൻ്റെ ഭയം ഒട്ടും മറയ്ക്കുന്നില്ല, അഭിമാനവും തകർന്നു പോകലും മറയ്ക്കുന്നില്ല. പക്ഷേ ദൈവം തനിക്ക് വേണ്ടി ഇടപെട്ടുവെന്ന് കൃതജ്ഞതാ സ്തോത്രം പറഞ്ഞ് ഗീതം ആലപിക്കുന്നത് ഈ സങ്കീർത്തന ഭാഗത്ത് നമ്മൾ അനുദിനം അനുവർത്തിക്കേണ്ട ഒരു ജീവിത പാഠമാണ്. ഞാൻ ഭദ്രമായിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞ ദാവീദ് ദൈവം മുഖം മറച്ചപ്പോൾ അടിമുടി നടുങ്ങിയത് തുറന്ന് സമ്മതിക്കുന്നു. ദൈവം കൂടാതെ ഇല്ലാത്ത അവസ്ഥ, ദൈവം കൂടെ ഇല്ലാതെ വരുമ്പോഴുള്ള അവസ്ഥ എത്ര ദുർബലമാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. എത്ര പ്രതിസന്ധികളുണ്ടായാലും വീണാലും ദൈവത്തിലേക്ക് തിരിഞ്ഞ് വീണ്ടും ചെല്ലുന്ന ദാവീദിൻ്റെ മനസ്സാണ് ഈ 30-ാം സങ്കീർത്തന അധ്യായത്തെ വളരെ മനോഹരമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ 30-ാം അധ്യായം വായിക്കുമ്പോൾ ഈ അധ്യായത്തിൽ നാം ഉണ്ട്, നമ്മുടെ അവസ്ഥകളുമുണ്ട് താതാത്മ്യം ചെയ്യുവാൻ. പലവിധമായ കടബാധ്യതയിൽപ്പെട്ടവർ, വിവാഹം നടക്കാത്തവർ, കുടുംബത്തിൽ സമാധാനം കിട്ടാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, രോഗപീഡനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ജോലി നഷ്ടമായവർ, ബന്ധങ്ങൾ തകർന്നു പോയവർ, ആത്മവിശ്വാസം ഇല്ലാതായവർ, നാം ആഗ്രഹിക്കുന്നത് ലഭിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥയിൽ പോലും ദൈവപിതാവിനെ സ്തുതിക്കുവാൻ സാധിച്ചാൽ നാം അത്ഭുതങ്ങൾ ദർശിക്കും, ഉറപ്പ്. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തന ഭാഗം യേശുവിൻ്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. നീ എന്നെ പാതാളത്തിൽ നിന്നും ഉയർത്തി എന്നത് മരണത്തിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ സൂചനയാണ്. ദാവീദ് അനുഭവിച്ച ആത്മീയ പുനരുജ്ജീവനം യേശുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ദുഃഖത്തിന് ശേഷമുള്ള ആനന്ദം, രാത്രിക്ക് ശേഷമുള്ള പ്രഭാതം, ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനെയാണ്. അപ്പസ്തോലനായ മർക്കോസ് ഉദ്ധരിച്ച പോലെ നിന്റെ വിശ്വസ്തനെ നീ നശിപ്പാൻ വിടില്ല എന്നത് ദാവീദിൻ്റെ സംഗീതം യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ വിരൽ ചൂണ്ടുന്നു, നമ്മെ ആനയിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, കർത്താവിൻ്റെ 2ാമത്തെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ സങ്കീർത്തനം 30-ാം അധ്യായം ഇന്ന് നമുക്ക് ധ്യാന വിഷയമാണ്, ചിന്താവിഷയവും. ഈ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നിത്യകാലത്തിൻ്റെ പ്രകാശത്തിന് മുൻപിൽ ക്ഷിപ്ര പ്രസക്തി മാത്രം പേറുന്നു എന്ന് ഓർമ്മിക്കുക. ദാവീദിനെ പോലെ നന്ദിയോടെ ജീവിക്കാം നമുക്കും. കൃതജ്ഞതയോടെ, ഉറപ്പുള്ള മനസ്സോടെ ദൈവവചനത്തിൽ നിറഞ്ഞ് പാപവഴികളെ ഉപേക്ഷിക്കാം. ദൈവം നൽകുന്ന കരുണയിൽ, കൃപയിൽ, സംരക്ഷണത്തിൽ, ബോധ്യത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. പ്രിയ സഹോദര സഹോദരി, വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധരാകാൻ കാത്തിരിക്കാൻ തയ്യാറാകാൻ ഈ 30-ാം സങ്കീർത്തനം സ്നേഹപൂർവ്വം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ദൈവനാമത്തിൽ ഇന്ന് തന്നെ മടങ്ങാം തിരുസന്നിധിയിലേക്ക്. നമ്മുടെ കുരിശുകൾ ചുമക്കാനുള്ള കൃപ അവിടുന്ന് തരും. ദൈവജനമേ, അതുകൊണ്ട് തെല്ലും നിരാശരാകണ്ട. നിന്റെ ദുഃഖം സ്ഥിരമല്ല, നിന്റെ കണ്ണീർ ദൈവം കാണുന്നു. നീ തകർക്കപ്പെടുന്നില്ല, പ്രത്യുത തയ്യാറാക്കപ്പെടുകയാണ്. ദാവീദിനെ ഉയർത്തിയ ദൈവം, യേശുവിനെ ഉയർപ്പിച്ച അതേ ദൈവം നിന്നെയും എന്നെയും ഉയർത്തും. അവിടുത്തോട് ചേർന്ന് എന്നേക്കും ജീവിക്കാൻ നിത്യമായ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാപിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.